ഹലോ ഗായ്സ്, അപ്പോൾ മാസ്റ്റർ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ചാനലിൻ്റെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ എൻ്റെ അക്കൗണ്ടിലെ കാർ കളക്ഷൻസാണ്. അപ്പോൾ ആദ്യത്തെ കാറ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയാണ് എൻ്റെ അക്കൗണ്ടിലെ ഫസ്റ്റ് കാറ്. ഇത് ഞാൻ ടാക്സിയൊക്കെ ആക്കിയിട്ട് എൻ്റെ സക്കീർ ഹുസൈൻ ഒരു സിനിമയില്ലേ, ആ സിനിമയിലത്തെ വണ്ടി പോലെ പണിതിട്ടേക്കാണ്. പിന്നെ ടാക്സിയൊക്കെ ഓടും ഞാൻ. ആദ്യം ഒരു വണ്ടി ഇല്ലാത്ത സമയത്ത് ഞാൻ ഇതൊക്കെ വെച്ച് ടാക്സി ഓടുമായിരുന്നു. പിന്നെ കുറേ പ്രാവശ്യം തോന്നിയിട്ടുണ്ട് ഈ വണ്ടി ഫസ്റ്റായിട്ട് എടുക്കണ്ടായിരുന്നു, വേറെ വല്ലതും എടുത്താക്കിയിരുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് ടിൻ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പഴമയിലേക്ക് വരാനായിട്ട്. പ്രീമിയർ പത്മിനി എന്നൊക്കെ എഴുതി, പിന്നെ നമ്പറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗെയിം തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫ്രീ കാറില്ലേ, അത് ഞാൻ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു സെന്നാക്കി വെച്ചിട്ടുണ്ട്. സെന്നിലൊക്കെ വെച്ചിട്ടുണ്ട്. ഈ കളർ തീം നല്ല രസമല്ലേ, ബോണത്തിൽ കാർബോണൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാറല്ലെങ്കിൽ റാങ്കുലർ, ശരിക്കും റാങ്കുലറാണ്, പക്ഷേ എനിക്ക് താരെന്ന് വിളിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. താർ ഒരു യെല്ലോ കളറിലൊക്കെ ചെയ്തിട്ട് സ്നോ ഒക്കെ ഉണ്ട്, എങ്കിലും ഞാൻ സ്നോ ഒക്കെ കഴുകി വെക്കണം. പിന്നെ അടുത്തത് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് എൻ്റെ അക്കൗണ്ടിൽ ഒരു ലാൻസർ കിടപ്പുണ്ട്. അപ്പോൾ ലാൻസർ ഞാൻ തന്നെ ഉള്ളതാണ്, അതിൻ്റെ കാണാനുണ്ട് ഇതിനകത്ത്. പിന്നെ അടുത്ത വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞ ജീപ്പ്. ഈ ജീപ്പ് ഒരു സിനിമയിലത്തെ ജീപ്പാണ്. അങ്ങനെ തന്നെ പണിത് വെച്ച ഒരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാൻ സിമ്പിളാട്ടോ, പക്ഷെ കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇത് ഏത് സിനിമയിലത്തെ വണ്ടിയാണെന്ന് നിങ്ങൾ പറ. അതിനകത്ത് ഈ പറയുന്നതിൽ, ശരീരം പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇതറിയാം. ഈ വണ്ടിയിൽ തന്നെ അതിൻ്റെ ഒളിഞ്ഞിരിപ്പുണ്ട്, കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കും. ജിപ്സി ആക്കി വെച്ചിട്ടുണ്ട്. കളർ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലുണ്ടാവും. പിന്നെ അടുത്തത് ഒരു വിൻറ്റേജ് സ്റ്റൈൽ വണ്ടി, CD മൂസക്കാർ എന്നൊക്കെ പറയാം. അതാണെന്ന് തോന്നുന്നു, കിങ്സ് വേ ആ വണ്ടി. ഞാൻ CD മൂസക്കാരെന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്തത് സുപ്ര ഞാൻ തന്നെ ഈ വീഡിയോയിലൊക്കെ നോക്കിയിട്ട് പണിതിട്ട് പോൾ വാൾക്കർ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ബ്ലൂ കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കളറ് കാണാനായിട്ടാണ്, തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓറഞ്ചിൽ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് അറിയാൻ പറ്റില്ല കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത വണ്ടി ഒരു ബെൻസ്, പഴയ ബെൻസ്. ഇത് ബ്ലാക്ക് കളറൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് ഒരു ലോഗൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞ്. പിന്നെ അടുത്ത വണ്ടി ഒരു ഓൾഡ് BM. അത് ഞാൻ പണി ഓളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളി അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്, ക്രൂയിസ് എന്നതിൻ്റെ പേര്. പിന്നെ അടുത്ത ഒരു സിവിക്കാണ്. ഞാൻ പണി കഴിഞ്ഞിട്ടില്ല, ഞാൻ തന്നെ പണിതുകൊണ്ടിരിക്കുകയാണ്. പണി കഴിഞ്ഞിട്ടില്ല, നമുക്ക് പണി ഇരിക്കും. എൻ്റെ ഈ വേറെ സിവിക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. മൈ ഓൾഡ് സിവിക്ക് എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതാണ് എൻ്റെ ഓൾഡ് സിവിക്ക്. ഇതൊരു റെഡ് ബ്ലാക്കിലാണ് ഞാൻ ചെയ്തു വെച്ചേക്കുന്നത്. ഇതിൻ്റെ പണി കഴിയും. ഇത് എനിക്ക് പുറകുവശം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, ബ്ലാക്ക് സിവിക്കിൻ്റെ പുറകുവശം. പിന്നെ അടുത്തതൊരു യെല്ലോ BM-ന്റെ മോഡൽ നെയിം അറിയില്ല, പിന്നെ ഒരു ചലഞ്ചർ കാറാണ്. ചലഞ്ചർ ഞാൻ മേടിച്ചതാണ്. പിന്നെ ഒരു BM റെഡ് കളർ, ഞാനത് വൈറ്റ് കളറൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ എക്സ്ചേഞ്ച് ആക്കിയിട്ട് കണ്ണ് അത് നല്ല വണ്ടിയായിരുന്നു, എൻ്റെ കണ്ണുകളാണ്. അപ്പോൾ അത് ഫ്രണ്ട് വശത്തായിരുന്നു, ഞാനത് ബാക്കിലേക്ക് ആക്കി. പിന്നെ ബാക്കിലാകുമ്പോൾ ഓടിക്കുമ്പോൾ കാണുകയും ചെയ്യും, ഫ്രണ്ടിലാകുമ്പം. പിന്നെ ഇത്
പിന്നെ അടുത്ത ഒരു ഡിഫൻഡറാണ്. ഈ ഡിഫൻഡർ പൊട്ടല് ലോട്ടറി അടിച്ചു. ഇത് ഒരു യൂട്യൂബറാണോ അറിയില്ല, ഒരു മലയാളി. എനിക്ക് ഞാൻ ബിഗിനറായ സമയത്തിന് ഒരു ഡിഫൻഡർ മലയാളി പ്രോ സെയിൽ കിട്ടും. ആ ബിഗിനേഴ്സിന് ലാക്കിന് സീൽ ചെയ്ത് വെച്ചു. അൺലോക്കിൽ അതിന് സെയിൽ ചെയ്ത്. പിന്നെ അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എൽ സി ആണ്. പിന്നെ അടുത്ത എൽ സി എങ്ങനെ കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൽ സി ഞാൻ എക്സ്ചേഞ്ച് വെച്ചാണ്. എനിക്കൊരു 8 ലാഖിൻ്റെ ജീവാഗണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണ്ടിയത് ഞാൻ വീട്ടിലായിരുന്നപ്പോൾ തന്നെ കിട്ടിയ വണ്ടിയാണ്. അതും എനിക്കൊരു എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഹീറോ വണ്ടി മേടിച്ചത്. കാരണം ഇത് ഭയങ്കര സംഭവമായിരുന്നു. കിട്ടുന്ന പിന്നെ ഈ വണ്ടി യെല്ലോ കളറായിരുന്നു. പിന്നെ ഞാൻ ഇത് കുറച്ച് ബോഡി കിഡ്സൊക്കെ കേട്ടിട്ട് ഒരു റെഡ് കളറിലേക്ക് കളറും പജീറോ തന്നെ ആയിരുന്നു. പജീറോ പോലെ തന്നെ റെഡ് കളർ ഈ വണ്ടിക്ക് കുറയും. പിന്നെ അടുത്തൊരു മസിൽ കാർ, സ്പോർട്സ് കാർ, ഒരു പഴയ വിൻറ്റേജ് ബെൻസ് എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. എനിക്ക് ഒരു എക്സ്ചേഞ്ച് കിട്ടിയാണ്. എൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു രസമായിരുന്നു. ഞാൻ താറിട്ട് മസിൽക്കാർ പോലെ ആക്കി വെച്ചു. അത് എന്നിട്ട് കണ്ടിട്ടാണോന്നില്ല, ഇങ്ങോട്ടേക്ക് റിക്വസ്റ്റ് അപ്പോൾ ഞാൻ സൂപ്പർ മീമായിരുന്നു. വെറുതെ ഇരിക്കുമോ കൊടുത്തിട്ട് ഇത് ആണെങ്കിൽ ഇത് പബ്ലിക് റൂമിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ടേക്കാനായിട്ട് 1000 എക്സ്ചേഞ്ച് കോയിൻ കൊടുക്കണം. ഇത്രയും നല്ല വണ്ടി ഇത് പിന്നെ മേടിക്കാനായിട്ട് 1000 കോയിൻ കൊടുക്കും. ഞാൻ അങ്ങനെ തന്നെ ഞാൻ മേടിച്ച വണ്ടിയാണ് ഇത്. തന്നെ ഇത് എന്താക്കി അങ്ങനെ ബ്ലൂ കളറിലിങ്ങനെ ഇങ്ങനെയും ഗ്ലാസ് ലാസ്റ്റ് തന്നെ ഒരു ട്രക്കാണ്. ഞങ്ങൾ ഡെയിലി ചെയ്യില്ലേ, അപ്പോൾ കിട്ടുന്ന ഊടിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ കളർ തീമൊക്കെ ചെയ്ത് ഫോണിൻ്റെ ലോഗോ ഒക്കെ ചെയ്ത് നന്നായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ചെയ്യാം. ഇതിന് പിന്നെ പക്ഷേ സിനിമയ്ക്ക് അത്ര നെയിമില്ല. എന്താണ് ഇടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ചിലങ്ങൾ വരും. പിന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം എല്ലാവരും. പിന്നെ എനിക്കധികം ഫ്രണ്ട്സിന് കാണിച്ചിട്ടുണ്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ എല്ലാവർക്കും ബൈ ബൈ. ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കണ്ട, എൻ്റെ ID കമൻറ്റ് ചെയ്യാം. നമുക്ക് മീറ്റപ്പൊക്കെ വെച്ച് നമുക്ക് ഒരുമിച്ച് കളിക്കാം. പിന്നെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനല്ല, അതിന് ഉത്തരം പറയുക. ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഞാനും അതിനൊരു ലൈക്ക് തരും. അപ്പോൾ എങ്കിൽ ശരി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്ന എല്ലാവർക്കും ബൈ.